ആടിന്റെ മേട് രാവിലെ തുടങ്ങി. ഏതാണ്ട് 8 മണിയായി കാണും. തലയിലും ദേഹത്തുമെല്ലാം എണ്ണ തേച്ചിട്ട് ലെങ്കോട്ടി കെട്ടി ഞാൻ കസർത്തു ചെയ്യുകയായിരുന്നു. അപ്പോൾ മുറ്റത്ത് പിള്ളേരുടെ ഒരു ബഹളം കേട്ടു. ഉള്ളാടത്തിപ്പാറൂ, ഉള്ളാടത്തിപ്പാറൂ, വാലേപ്പിടി, വാലേപ്പിടി, മുള്ളണത് കണ്ടില്ല, മുള്ളണത് കണ്ടില്ല, കൊമ്പേപ്പിടി, കൊമ്പേപ്പിടി. എന്താണ് സംഗതി? ഞാൻ ജനാലയിലൂടെ നോക്കി. വലിയ വിശേഷമൊന്നുമില്ല. പാത്തുമ്മയുടെ ആട് അബിയുടെ ഹാഫ് ട്രൗസറിന്റെ മുൻവശം മുഴുവനും തിന്നു കഴിഞ്ഞു. ബാക്കിയുള്ളതിന് പിടികൂടിയിട്ടുണ്ട്. അബി ആടിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. പാത്തുക്കുട്ടി വാലയിൽ പിടിച്ചു വലിക്കുകയാണ്. സയ്യിദ് മുഹമ്മദ് കൊമ്പിൽ പിടിച്ചിട്ടുണ്ട്. ആരിഫ അന്തം വിട്ടു നിൽക്കുന്നു. റഷീദും സുബൈദയും മറ്റൊന്നിനും ശ്രദ്ധിക്കാതെ തള്ളവിരലുകൾ വായിലിട്ട് നുണതി കൊണ്ട് മുറ്റത്തിരിക്കുകയാണ്. ലൈല ആടിന്റെ പള്ളക്ക് പിടിച്ചുകൊണ്ട് അതിനെ ചീത്ത പറയുന്നു. ഉള്ളാടത്തിപ്പാറൂ, ഉള്ളാടത്തിപ്പാറൂ. ഞാൻ തോർത്തു ചുറ്റി മുറിയിൽ നിന്ന് വരാന്തയിൽ കയറി. മുറ്റത്തിറങ്ങി ചെന്ന് ആടിന്റെ ചെവിയിൽ പിടിച്ചിട്ട് അബിയെ വേർപ്പെടുത്തി. അബിയുടെ ട്രൗസറിന്റെ മുൻഭാഗം മാത്രമല്ല, ഒരു പോക്കറ്റും ആട് തിന്നു കളഞ്ഞു. സംഗതി അറിഞ്ഞപ്പോൾ പാത്തുമ്മയുടെ ആട് കുറ്റക്കാരിയല്ല. അബിയുടെ ഹാഫ് ട്രൗസറിന്റെ പോക്കറ്റിൽ വെള്ളേപ്പം ഉണ്ടായിരുന്നു. ഒന്നവൻ ആടിന് കുറെ കൊടുത്തു. ബാക്കി മുൻവശത്ത് തിരികെയിട്ട് ആടിന്റെ മുൻപിൽ ചെന്ന് നിന്ന് തിന്നാൻ പറഞ്ഞു. ആട് അപ്പവും ഹാഫ് ട്രൗസറിന്റെ മുൻവശവും തിന്നു. കീശയുള്ളത് കീശയോടെ തിന്നു. അബി പറഞ്ഞു, ബാപ്പ തല്ലും, അത് നേരത്തെ ഓർക്കാൻ വയ്യായിരുന്നോ? തല്ലട്ടെ. തെല്ലു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, പേടിക്കാനില്ലടാ, ആരും പറയുകയില്ല. പാത്തുക്കുട്ടി ലൈല, സയ്യിദ് മുഹമ്മദ് എന്നിവരോട് രഹസ്യം പാലിക്കാൻ പറഞ്ഞു. ലൈലായോട് മേലിൽ ആരെയും ഉള്ളാടത്തിപ്പാറോ എന്ന് വിളിക്കരുതെന്നും ഉപദേശിച്ചു. കസർത്ത് മുഴുമിപ്പിച്ചിട്ടു ഞാൻ നദിയിൽ കുളിക്കാൻ പോകാൻ ഒരുങ്ങി. സയ്യിദ് മുഹമ്മദിനെയും പാത്തുക്കുട്ടിയെയും വിളിച്ചു. അപ്പോൾ അബിയും ലൈലായും കൂടി വന്നു. അവർ ബാപ്പായുടെ കൂടെ കുളിക്കാൻ പോയില്ല, എന്റെ കൂടെ കുളിക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു. വിശേഷ കാരണമൊന്നുമില്ല. അബിയുടെ സ്ലേറ്റ് പെൻസിൽ ലൈല എടുത്തൊടിച്ചു ചെറിയ കഷ്ണങ്ങളാക്കി. ഈ കുറ്റത്തിന് അബിയെയും ലൈലയെയും ബാപ്പ കുളിപ്പിക്കാൻ കൊണ്ടുപോയില്ല. പാത്തുക്കുട്ടിക്കും അബിക്കും സ്ലേറ്റ് പെൻസിൽ വാങ്ങിക്കാൻ ഹനീഫ അരയണ കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും മൂവാറ്റുപുഴ ആറ്റിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് കരയ്ക്ക് നിർത്തി. എന്നിട്ട് മുങ്ങാക്കുഴിയിട്ടും പതച്ചും അങ്ങനെ കുളിക്കുകയായിരുന്നു. അപ്പോൾ അബിയുടെ ഒരു വിളി കേട്ടു, വല്യ മുത്താപ്പാ. ഞാൻ തിരിഞ്ഞു നോക്കി. ആരും വെള്ളത്തിലിറങ്ങി പോയിട്ടില്ല. ഞാൻ നീന്തി കടവിൽ ചെന്നിട്ട് ചോദിച്ചു, എന്താടാ? അബി പറഞ്ഞു, എനിക്ക് ട്രൗസർ ഇല്ല. അവൻ വ്യക്തമാക്കി. നാണം മറയ്ക്കാൻ അവനൊന്നുമില്ല. പരിപൂർണ നഗ്നനായി നാട്ടുവഴിയെ കൂടെ അവൻ എങ്ങനെ പോകും? ഞാൻ ചോദിച്ചു, നീ വന്നതിങ്ങനെയല്ലേ? അതെല്ലാം ശരി, അതൊക്കെ അപ്പോൾ. ഇപ്പോൾ അബി അവന്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരുവനെ കടത്തുവഞ്ചിയിൽ കണ്ടു. അവൻ മുണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അബിയുടെ നാണം മറയ്ക്കാൻ ഞാൻ ഒരു തോർത്ത് കൊടുത്തു. അപ്പോൾ പാത്തുക്കുട്ടിക്കും നാണസംബന്ധിയായ ആവശ്യം വന്നു. അവൾക്കും വേണം മുണ്ട്. ഞാൻ കുളി കഴിഞ്ഞ് എൻ്റെ മുണ്ടെടുത്തെടുത്ത് തോർത്തെറിഞ്ഞ് നനച്ചു പിഴിഞ്ഞ് തല തുവർത്തിയിട്ട് തോർത്ത് വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് പാത്തുക്കുട്ടിയെ ഉടുപ്പിച്ചു. ലൈലായ്ക്കും സയ്യിദ് മുഹമ്മദിനും നാണം തോന്നി തുടങ്ങിയിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? എൻ്റെ പക്കൽ 2 തോർത്തേ ഉണ്ടായിരുന്നുള്ളൂ. വെള്ളമണൽ നിറഞ്ഞ റോഡിലൂടെ ഞങ്ങൾ ചെന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ വീട്ടിൽ അബ്ദുൽ ഖാദറും ഹനീഫയും തമ്മിൽ ഷണ്ട കൂടുകയാണ്. ഷണ്ടയ്ക്ക് കാരണം വിശേഷിച്ചൊന്നുമില്ല. ഇന്നലെ ഹനീഫ വീട്ടിൽ റേഷൻ വാങ്ങാനൊന്നും കൊടുത്തില്ലെന്ന് അബ്ദുൽ ഖാദർ അറിഞ്ഞു. അത് ഹനീഫയ്ക്ക് അത്ര പിടിച്ചില്ല. അതുകൊണ്ട് അവനും കുടുംബവും വീട്ടിൽ നിന്ന് പോകാൻ പോവുകയാണ്. ഇറങ്ങടി ഐശോമ്മ, ഹനീഫ വിളിച്ചു പറഞ്ഞു. പിള്ളേരെ വിളി. അവനും അവന്റെ കുടുംബവും കൂടി അവരുടെ വാഴത്തോട്ടത്തിൽ വല്ല ഓലക്കീറും കുത്തിച്ചാരി താമസിക്കാൻ പോവുകയാണ്. ഞാൻ നോക്കുമ്പോൾ അവൻ ഉടുത്തിരിക്കുന്ന മുണ്ട് എന്റേതാണ്, കട്ടത് തന്നെ. ഞാൻ അടുത്ത് ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിൽക്കാൻ സമയമില്ല, ഒത്തിരി ജോലിയുണ്ട് എന്നും പറഞ്ഞ് അവൻ നടന്നു പഠിക്കാൻ ചെന്നു. അവൻ പറഞ്ഞു, എനിക്ക് ഈ വീട്ടിൽ യാതൊരു അവകാശവും ഇല്ലാതായി തീർന്നിട്ടുണ്ട്. ഹനീഫ അവന്റെ തയ്യൽ കടയിലേക്ക് പോയി. ഞാൻ അബ്ദുൽ ഖാദറിനോട് ചോദിച്ചു, എടാ, നിനക്കെന്നെ ഈ ബഹളത്തിൽ നിന്ന് ഒന്ന് രക്ഷിക്കാൻ പാടില്ലേ? ആ ഇൻസ്പെക്ടറോട് ഒന്ന് മാറിത്തരാൻ ഒരിക്കൽ കൂടി നിനക്കൊന്ന് പറയാൻ പാടില്ലേ? അബ്ദുൽ ഖാദർ പറഞ്ഞു, ഇവിടെ ഇക്കാക്ക് എന്താ പോരാതുള്ളത്? എണ്ണ, നെയ്യ്, പാല്, ചായ, ബീഡി, തീപ്പട്ടി, ഏത്തപ്പഴം, ടൊമാറ്റോ, കൈതച്ചക്ക, ഞാലിപ്പൂവൻ പഴം, ചുണ്ടില്ലാക്കണ്ണൻ പഴം, ചക്കപ്പഴം, ഊണ്, കൂട്ടുകിടക്കാൻ ഉമ്മ, ഞാൻ, അബു, കൊച്ചുണ്ണി. ഇനി എന്താ വേണ്ടത്?